ഹെവൻലി മെലോഡീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. നിങ്ങളുടെ വിശേഷങ്ങളും പാട്ടുകളും ഒക്കെ കേൾക്കാനായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇന്ന് നമ്മോടൊപ്പമുള്ളത് നല്ലൊരു പാട്ടുകാരി സിസ്റ്ററാണ്, സിസ്റ്റർ റിൻസി SFN. ഏറെ സ്നേഹത്തോടെ സിസ്റ്ററിനെ സ്വാഗതം ചെയ്യുകയാണ്. സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. SFN കോൺഗ്രിഗേഷൻ്റെ ഫുൾ ഫോം സെയിൻറ്റ് ഫിലിപ്പ് നേരി സിസ്റ്റേഴ്സ്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാനുണ്ട്. നമുക്കൊരു പാട്ട് കേട്ടിട്ട് ഈ എപ്പിസോഡ് തുടർന്ന് നമുക്ക് മുന്നോട്ട് പോകാം. സിസ്റ്റർ ഒരു പാട്ട് പാടി നമുക്ക് എപ്പിസോഡ് ആരംഭിക്കാം. ഓക്കെ, താങ്ക്
പുരോഹിതാ ഫിലിപ്പ് നേരി സ്വർഗീയ സ്നേഹത്തിൻ പനിനീർ സുഗന്ധം നീ പുണ്യപുരോഹിതാ ഫിലിപ്പ് നേരി നർമ്മത്തിൻ തൂവലാൽ തൊട്ടുണർത്തി ദൈവത്തിൻ സ്നേഹം നീ പകർന്നു നർമ്മത്തിൻ തൂവലാൽ തൊട്ടുണർത്തി ദൈവത്തിൻ സ്നേഹം നീ പകർന്നു സ്വർഗീയ സ്നേഹത്തിൻ പനിനീർ സുഗന്ധം നീ പുണ്യപുരോഹിതാ ഫിലിപ്പ് നേരി പുണ്യപുരോഹിതാ ഫിലിപ്പ് നേരി. നല്ല സൂപ്പറായിട്ട് പാടി, നല്ല രസമുണ്ട് ശബ്ദം കേൾക്കാനും ഒക്കെ ആയിട്ട്. താങ്ക് യു അച്ഛാ. ഇത് ഫിലിപ്പിനേരി ഞങ്ങളുടെ വിശുദ്ധൻ്റെ പാട്ടാണിത്. ഇത് ഈ മെയ് മാസത്തിലാണ് ഇത് റിലീസ് ചെയ്തത്. മെയ് 13 ഞാൻ പോയിട്ട് പാടിയത്. ഇത് ഈ പാട്ടിൻ്റെ പുറകിൽ എനിക്ക് ഒത്തിരി സർപ്രൈസ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് പാടിയ പാട്ടാണ്. മെയ് 13 എന്ന് പറയുമ്പം എൻ്റെ ഫീസ്റ്റായിരുന്നു, ഫാത്തിമ മാതാവിൻ്റെ ഫീസ്റ്റ്. അപ്പോൾ ഞാൻ വേറൊരു സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്. ഒരു സർപ്രൈസിംഗ്ലി ആണ് എന്നോട് പറയുന്നത് മെയ് 13 നമുക്ക് റെക്കോർഡിങ് എന്ന്. അപ്പോൾ അതെനിക്ക് വലിയൊരു ശരിക്കൊരു അത്ഭുതമായിട്ട് തോന്നി. കാരണം മാതാവിൻ്റെ ഒരു ഇടപെടൽ എന്നുള്ള രീതിയിലൊക്കെ ഞാനതിനെ കണ്ടു. പിന്നെ അത് റിലീസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഫിലിപ്പ് നേരിയുടെ ഫീസ്റ്റിൻ്റെ ഒന്നാണ്, മെയ് 26 വരികളൊക്കെ എഴുതിയതും വരികൾ എഴുതിയത് താമരശ്ശേരി ഡയസിസിലെ ഫാദർ രഞ്ജിത്ത് ചക്കമൂട്ടിൽ എന്ന് പറഞ്ഞ അച്ഛൻ. മ്യൂസിക് ചെയ്തത് ഫാദർ റോബിൻ ക്ലരീഷൻ അച്ഛൻ. ഓക്കെ ഓക്കെ, മുതുമരത്തിൽ ഞങ്ങൾ ക്ലരീഷൻ അച്ഛനാണ്. ഓക്കെ, വളരെ നല്ല അച്ഛൻ്റെ റോബിൻ അച്ഛൻ്റെ കൂടെ ഒരു പാട്ടിലെ ഒരു ഭാഗമാകാൻ പറ്റി എന്ന് പറഞ്ഞത് അത് ശരിക്കും എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ. സംഗീതം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ശരിക്കും. ഓക്കെ, ഇനി നമുക്ക് അറിയാനുള്ളത്, ഞങ്ങൾക്കറിയാനുള്ളത് സിസ്റ്റർ എവിടെ നിന്ന് വരുന്നു, വീട് എവിടെയാണ്, ആ കാര്യങ്ങളെ പറ്റി ഒന്ന് പറയാം. വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന്. എൻ്റെ വീട് തൃശ്ശൂർ കൊട്ടേക്കാടാണ് എൻ്റെ സ്ഥലം. പിന്നെ എൻ്റെ വീട്ടിൽ മമ്മി, ഡാഡി, എനിക്ക് 2 അനിയന്മാർ, 3 മക്കൾ. ഓക്കെ ഓക്കെ, 3 പേരും. ഞാൻ മൂത്ത ആള്. എനിക്ക് താഴെയുള്ള അനിയൻ അച്ഛനാണ് സാഗർ ഡയസിസിലെ, ഇപ്പം പിതാവിൻ്റെ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ കത്തീഡ്രൽ പള്ളിയുടെ ചാർജ് ഉണ്ട്. താഴെയുള്ള അനിയൻ സാഗർ ഡയസിസിന് വേണ്ടി തന്നെ പഠിക്കുന്നു. ഈ ഡിസംബറിൽ ഡയക്കണേറ്റ് ആയിരിക്കും. ഓക്കെ, അനുഗ്രഹമുള്ളൊരു കുടുംബം. 3 മക്കള്, 3ഉം ഈശോയിലേക്ക് വിട്ട നല്ല മാതാപിതാക്കൾ. അപ്പനും അമ്മയും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? അപ്പനും അമ്മയും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളെ വിട്ടതിൻ്റെ വിഷമം ആദ്യം ഉണ്ടായിരുന്നു. മമ്മിക്ക് ഇത്തിരി വിഷമമൊക്കെ ഉണ്ടായിരുന്നു, ഡാഡിക്കും വിഷമമുണ്ടായിരുന്നു. പക്ഷേ ഡാഡി പുറത്തായിരുന്നു ഓൾറെഡി. ഡാഡി AC മെക്കാനിക്കാണ്. അപ്പോൾ ഡാഡി ദുബായിലൊക്കെ ആയിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ മമ്മിയും ഞങ്ങളും 3 പേരായിരുന്നു വീട്ടിൽ സ്ഥിരം ഉണ്ടായിരുന്നത്. അപ്പം മമ്മിക്ക് ഞങ്ങളോടൊരു പ്രത്യേക അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നു. മൂത്ത ആളെന്നുള്ള നിലയിലും പിന്നെ പെൺകുട്ടി എന്നുള്ള നിലയിലും എന്നോട് ഒരു ഇത്തിരി അറ്റാച്ച്മെൻറ്റ് കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മമ്മിക്ക് കൂടുതൽ വിഷമം ഉണ്ടായിരുന്നു ഞങ്ങൾ 3 പേരും പോന്നപ്പം. പക്ഷേ ഇപ്പം വളരെ ഹാപ്പിയാണ്. എപ്പോഴും വിളിക്കാനൊന്നും പറ്റുന്നില്ല, എങ്കിലും വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു. ഏജ് ഡിഫറൻസ് ഇല്ലല്ലേ നിങ്ങൾ 3 മക്കളും? ഇല്ല, ഞങ്ങൾ തമ്മിലൊരു 2-3 വയസ്സിൻ്റെ ഗ്യാപ്പൊക്കെ വ്യത്യാസമുള്ളൂ. രണ്ടുപേരും സാഗറിലാണ്. രണ്ടുപേരും സാഗർ ഒരുമിച്ച് വരുമ്പോൾ നിങ്ങൾ അല്ലേ പാട്ടും അവരും പാടുന്നതാണോ? അവരും പാട്ടുകാരാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ചെറുപ്പത്തിലെ ഇങ്ങനെ ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ട് അങ്ങനത്തെ ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. പക്ഷേ എല്ലാവരുടെയും ലൈഫിൽ പറയുന്ന പോലെ തന്നെ നമ്മുടെ ഇടവക ദേവാലയത്തിനൊരു പ്രത്യേക സ്ഥാനം ഉണ്ടായിരിക്കുമല്ലോ. ഞങ്ങളുടെ വലിയ സന്തോഷം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ പള്ളിയായിരുന്നു, ഇടവക പള്ളിയായിരുന്നു. അപ്പം എൻ്റെ ഒരു 4ാം ക്ലാസ് വരെ ഞാൻ എൻ്റെ മമ്മിയുടെ വീട്ടിൽ നിന്നിട്ടാണ് വളർന്നത്. പിന്നെ 5ാം ക്ലാസ്സിൽ ഞാൻ 5ാം ക്ലാസ് ആയപ്പോഴത്തേക്കും ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് വീട് മാറിപ്പോയി. അപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക് മമ്മി ഞങ്ങൾ 3 പേരും മാത്രം. പിന്നെ എല്ലാ ലോകം എന്ന് പറയുന്നതും എല്ലാ സന്തോഷം എന്ന് പറയുന്നത് പള്ളിയായിരുന്നു. പക്ഷെ അന്ന് കുട്ടിക്കാലത്ത് ഈ പറയുന്ന പോലെ നമ്മൾ ഇപ്പം ഈശോയോട് അത്ര വലിയ സ്നേഹം ഉണ്ടായിട്ട് അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റിൽ അങ്ങനെയല്ല പള്ളിയിൽ പോയിരുന്നത്. പക്ഷേ
കുറേ പേര് പള്ളിയിൽ പോകുന്നു. പിന്നെ എന്നെ സംബന്ധിച്ച് ശരിക്കും ഞാൻ പള്ളിയിൽ പോയിരുന്നത് പാട്ട് പാടാലോ, പിന്നെ ആ ഒരു പ്രായത്തിൻ്റെ ഒരു ഇൻട്രസ്റ്റിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു 9ാം ക്ലാസ്സിലൊക്കെയാണ് ഞാൻ കൊയറിൽ കയറിയത്. പക്ഷേ അന്നൊക്കെ ഇങ്ങനെ പാടുക, അതിലൊരു രസം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. പക്ഷെ പിന്നീട് ഇങ്ങനെ ഏജ് കൂടുന്തോറും ഒരു തീക്ഷ്ണത ഇങ്ങനെ വന്ന് നിറഞ്ഞുകൊണ്ടിരുന്നിരുന്നു മനസ്സിൽ. പാട്ടിലൂടെയാണ് ഞാൻ ദൈവത്തിലേക്ക് എടുത്തത്. പാട്ടായിരുന്നു എൻ്റെ എല്ലാം. പിന്നെ അങ്ങനെയാണ് ദൈവത്തിനോട് കൂടുതൽ സ്നേഹം തോന്നിയതും മഠത്തിലേക്ക് പോകാനുള്ള ഒരു 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 തീക്ഷ്ണതയും താല്പര്യമൊക്കെ വർദ്ധിച്ചു വന്നതും പാട്ടിനോടുള്ള എൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റ് കാരണം കൊണ്ടാണെന്ന് ഞാൻ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. ഫിലിപ്പിനേരി കോൺഗ്രിഗേഷനിലേക്ക് പോകാൻ മഠം അവിടെ ഉണ്ടായിരുന്നോ? ഫിലിപ്പിനേരി കോൺഗ്രിഗേഷൻ അവിടെ ഇല്ല. തൃശ്ശൂർ ഒരൊറ്റ സ്ഥലത്തുണ്ടായിരുന്നുള്ളൂ. പിന്നെ അന്ന് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ മഠത്തിലേക്ക് പോരാൻ ഞാൻ വിചാരിച്ചിരുന്നായിരുന്നു. പക്ഷേ എനിക്ക് എന്നെ വിട്ടില്ല. ഞാൻ മൂത്ത ആളായിരുന്നു. അപ്പോൾ ഡാഡി നാട്ടിലുണ്ടായിരുന്നില്ല. മമ്മി പറഞ്ഞു, മമ്മിക്ക് എന്നെ അന്ന് വിടാനായിട്ട് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കൊച്ചു നീ ഇപ്പോൾ പോകണ്ടെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പിന്നെ +2 കഴിഞ്ഞപ്പോഴും, പക്ഷേ ഞാനന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് തൃശ്ശൂരൊക്കെ അന്നൊരു ദൈവദർശൻ ക്യാമ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു 3 ദിവസത്തെ പരിപാടിയുണ്ട്. അപ്പോൾ അന്നിങ്ങനെ ക്യാമ്പിന് 2 ബ്രദേഴ്സും ഒരച്ഛനും ഒക്കെ വന്നപ്പോൾ ഞാനിങ്ങനെ ആരായിത്തീരാൻ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഒരു ചുമന്ന റോസാപ്പൂ വരച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഈശോൻ്റെ കയ്യിൽ ഇങ്ങനെ റോസാപ്പൂ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ വരച്ചു കൊടുത്ത് ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ 10 കഴിഞ്ഞപ്പോൾ എന്നോട് പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേണ്ടാന്ന് വെച്ചു. വേണ്ടെന്നൊക്കെയല്ല, അത് മനസ്സിനങ്ങോട്ട് വിട്ടു. പിന്നെ നമ്മൾ പഠനത്തിൻ്റെ ആ ഒരു തിരക്കിൽ അങ്ങോട്ട് മുന്നോട്ട് കയറിപ്പോയി. +1 +2 പഠിക്കാൻ പോയി. പക്ഷേ ആ +2 കഴിയുന്ന സമയമായപ്പോഴത്തേക്കും വീണ്ടും മനസ്സിലൊരാഗ്രഹം, അയ്യോ പോണ്ടേ ഇതൊരു ചിന്ത ഉള്ളിൽ. അപ്പം ഞാനിങ്ങനെ അന്നേരം ഞാൻ ചോദിച്ചു, വീട്ടിൽ ചോദിച്ചു. പക്ഷേ എനിക്ക് പെർമിഷൻ കിട്ടിയില്ല. ഡാഡി അപ്പോഴും നാട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ മമ്മി പറഞ്ഞു, ഡാഡി വരട്ടെ, ഡാഡി വന്നിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ FCC കോൺഗ്രിഗേഷനിൽ അവരുടെ കമാൻസിക്ക് പോകാനായിട്ട് ബാഗൊക്കെ ഒതുക്കി എടുത്ത് വെച്ചു. അന്ന് FCC കോൺഗ്രിഗേഷനോട് എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ ആ സമയത്തായിരുന്നു അൽഫോൺസാമയൊക്കെ വിശുദ്ധയത്. അപ്പോൾ അൽഫോൺസാമയുടെ ഒരു സീരിയൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ സ്ഥിരം കണ്ടുകൊണ്ടിരുന്നിരുന്നു. പിന്നെ അവരിടയ്ക്ക് ഭരണങ്ങാനത്തേക്ക് ഒരു വട്ടം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ FCCയിൽ പോകണം അതായിരുന്നു എൻ്റെ മനസ്സിൽ. സിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ FCC ആയിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ അന്ന് ഞാൻ ബാഗൊക്കെ എടുത്ത് ഒതുക്കി വെച്ചു എന്നുള്ളതല്ലാതെ എന്നെ സമ്മതിച്ചില്ല പോകാനായിട്ട്. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാനിങ്ങനെ ഡയറിയിൽ ഞാനിങ്ങനെ എഴുതി വെച്ചു, ഞാനത് മറന്നുപോയാലും ഈശോയെ എന്നെ ഓർമ്മിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടൊക്കെ ഞാനിങ്ങനെ എഴുതി വെച്ചു. പക്ഷേ എഴുതി വെച്ചു. പിന്നെ +2 കഴിഞ്ഞു. പിന്നെ ഡിഗ്രിക്ക് ചേർന്നത് തൃശ്ശൂർ സെൻറ്റ് തോമസ് കോളേജിലായിരുന്നു. അന്ന് പിന്നെ ആ പഠനം, പിന്നെ ആ പ്രായം, അപ്പോൾ അതിൻ്റെ ആ ഒരു ഒഴുക്കിൽ അന്നും അങ്ങനെ പോയി. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്, ഇപ്പോൾ എൻ്റെ ഒരു എക്സ്ട്രാ നന്മ കൊണ്ടായിരിക്കില്ല, ഞാനന്ന് ഒത്തിരി ആഗ്രഹിച്ച കാരണം കൊണ്ടായിരിക്കും. പിന്നെ തമ്പുരാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തമ്പുരാൻ കൊണ്ടുപോകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പാട്ട് കാരണം കൊണ്ട് തന്നെ ഈ പാട്ടിൻ്റെ പുറകിൽ ഒത്തിരി കഥകളുണ്ട്. ഞാൻ പാട്ട് നിർത്താതെ വിചാരിച്ച ഒരു കഥയൊക്കെ ഉണ്ട്. നല്ല രസമുണ്ടല്ലേ കേൾക്കാനൊക്കെ. നമ്മളിങ്ങനെ കേട്ടിരുന്നു പോവാണ്. പ്രേക്ഷകരെ ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് കൂടി ഒന്ന് പാടാം. ഈശോ എന്നെ
എന്നിൽ വാഴാനാശിക്കുന്നു. എന്നിലെ തിന്മകൾ നീക്കി തന്മകനാക്കാൻ വിളിക്കുന്നു. നാദാ നീ വരുമ്പോൾ ഉള്ളം എത്രമാത്രം നിന്നെ ഒഴിഞ്ഞ ഉള്ളം അത്രശൂന്യമിൻ നാദാ. ഈശോ എന്നെ സ്നേഹിക്കുന്നു. എന്നിൽ വാഴാനാശിക്കുന്നു. എന്നിലെ തിന്മകൾ നീക്കി തന്മകനാക്കാൻ വിളിക്കുന്നു. ആരാരുമേകാത്ത സ്നേഹം നീ എനിക്കേകിൻ നാഥാ. തൂമഞ്ഞുപോലെ ഉള്ളം വെണ്മയാക്കിയിടുകിൻ നാഥാ. ആരാരുമേകാത്ത സ്നേഹം നീ എനിക്കേകിൻ നാഥാ. തൂമഞ്ഞുപോലെ ഉള്ളം വെണ്മയാക്കിയിടുകിൻ നാഥാ. ഈശോ എന്നെ സ്നേഹിക്കുന്നു. എന്നിൽ വാഴാനാശിക്കുന്നു. എന്നിലെ തിന്മകൾ നീക്കി തന്മകനാക്കാൻ വിളിക്കുന്നു. ഹൃദയം ചിന്തകൾ മാറ്റിയും മാനസം സമർപ്പിക്കാം. ഹൃദയം ചിന്തകൾ മാറ്റിയും മാനസം സമർപ്പിക്കാം. ഈശോ എന്നെ സ്നേഹിക്കുന്നു. എന്നിൽ വാഴാനാശിക്കുന്നു. എന്നിലെ തിന്മകൾ നീക്കി തന്മകനാക്കാൻ വിളിക്കുന്നു. മനോഹരമായിട്ട് പാടി. ആ വാക്കുകളൊക്കെ സൂപ്പർ വാക്കാണ്. നല്ലൊരു സെലക്ഷനാണ് സോങ്. ഈശോ എന്നെ സ്നേഹിക്കുന്നു, എന്നിൽ വാഴാൻ ആശിക്കുന്നു, എന്നെ തിന്മകളെല്ലാം മാറിപ്പോകുവാൻ എന്നെ വിളിക്കുന്നു.
നല്ല വരികൾ, അതുപോലെ തന്നെ അത് ഫുൾ ഇൻവോൾവ് ആണ് സിസ്റ്റർ. നല്ല ഇൻവോൾവ് ചെയ്തിട്ടാണ് സിസ്റ്റർ പാടുന്നത്. സൂപ്പർ. താങ്ക് യു അച്ഛാ. ഈ പാട്ട് ഞാൻ ഓർത്തെടുക്കാൻ കാരണം വളരെ സിമ്പിളായിട്ട് തോന്നുന്നൊരു പാട്ടാണ്, പക്ഷേ എന്നെ ഏറ്റവും അധികം ടച്ച് ചെയ്തിട്ടുള്ളൊരു പാട്ടാണ്. ഞാൻ എനിക്ക് സങ്കടം വരുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഒരു കൊയറിൽ പാടിയിരുന്ന സമയത്ത് ഞങ്ങൾ ഒന്നിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെ കമ്മ്യൂണിയൻ സോങ് ആയിട്ട് പാടുന്നൊരു പാട്ടാണ്. പക്ഷേ വേറെ കുറേ പാട്ടുകൾ എനിക്ക് ഇഷ്ടമുള്ളതുണ്ട്. പക്ഷേ ഈ പാട്ട് പാടുമ്പോൾ നമ്മൾ പറയില്ലേ, പാടുമ്പോൾ 2 വട്ടം പ്രാർത്ഥിക്കുന്നു പറയില്ലേ, ശരിക്കും അതുപോലെ ഞാൻ ഈ ഒരു വട്ടം ഞാൻ കൂടുതൽ സമയം ചാപ്പലിൽ എന്തിരുന്ന് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക അങ്ങനെയൊന്നുമല്ല. എനിക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സന്തോഷം ഉണ്ടെങ്കിലോ ഒക്കെ ഞാൻ ചാപ്പലിൽ പോകുമ്പോൾ ഞാൻ ചെന്നുടനെ മിക്കവാറും ഈ പാട്ടെടുത്ത് പാടുകയാണ്. ആരും ഉണ്ടാവില്ല, ഞാനിങ്ങനെ ഈ പാട്ട് പാടും. അത് പാടിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര എനർജിയാണ്, ഭയങ്കര സന്തോഷമാണ്. എനിക്ക് കെസ്റ്റർ ചേട്ടൻ്റെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. അത് അറിയില്ല, എന്നെ കൂടുതൽ ദൈവത്തിലേക്ക് അടുപ്പിച്ചിട്ടുള്ളൊരു വോയിസാണ് കെസ്റ്റർ ചേട്ടൻ്റെ. ഞാൻ മഠത്തിലേക്ക് വരുന്നതിന് മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒരു സങ്കടം അല്ലെങ്കിൽ ഒരു വിഷമം എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഞാനപ്പം ഈ കെസ്റ്റർ ചേട്ടൻ്റെ പാട്ടുകൾ കേൾക്കും. എന്നെ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്തിട്ടുള്ളൊരു പാട്ട് ഇതാണ് ശരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അത്രയും ഇൻവോൾവഡ് ആയിട്ട് പാടുന്നത്. നല്ല മനോഹരമായിട്ടുണ്ട്. കെസ്റ്റർ ചേട്ടൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആത്മാവിൽ തൊടുന്ന ശബ്ദമാണ്. ഭയങ്കര ടച്ചിങ്. അതെ അതെ, ഡിവൈൻ വോയിസ്. മനോഹരമായിട്ട് സിസ്റ്റർ പാടി കേട്ടോ. പ്രത്യേകിച്ച് സിസ്റ്ററിന് എന്നാ പറയുന്നത്, ഒരു ആകുലതകൾ, വിഷമമൊക്കെ, സന്തോഷം എല്ലാം അടങ്ങിയതാണല്ലോ നിമിഷങ്ങൾ. സിസ്റ്ററിന് അത് പാടുമ്പോൾ അപ്പോൾ മറ്റുള്ളവർക്കും എല്ലാവർക്കും ഈ വിഷമാവസ്ഥകളൊക്കെ ഉണ്ട്, പല ടെൻഷൻസ് ഉണ്ടാകും, പല അവസ്ഥകളൊക്കെ ഉണ്ടാകും, സന്തോഷമായിരിക്കാം. അപ്പോൾ ഇത് ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ ഇപ്പോൾ കൊയറിലും ഒക്കെ പാടുമ്പോഴും അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് എത്രത്തോളം ഇത് ടച്ച് ആകുന്നുണ്ടെന്നുള്ളതാണ്. കാരണം അത്ര ഇൻവോൾവ് ചെയ്താണ് സിസ്റ്റർ പാടുന്നത്. അപ്പോൾ ഈശോയെ സ്നേഹിക്കാതിരിക്കുന്നവൻ പോലും അറിയാതെ ഈശോയെ ഒന്ന് വിളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാട്ടാണിത്. വളരെ ഭംഗിയായിട്ട് പാടി. അപ്പോൾ ഒത്തിരി സന്തോഷം. ഇനി ഒരുപാട് കേൾക്കാനുണ്ട്. നമുക്ക് സമയപരിധി ഉള്ളത് കൊണ്ട് നമുക്കിനി വരും എപ്പിസോഡുകളിൽ ഈ ദൈവവിളിയുടെ കാര്യങ്ങളും, പിന്നെ 2 അനിയന്മാർ അവരും ഇങ്ങനെ എന്താ പറഞ്ഞത്, ദൈവഭവനം, വീട്ടുപേരെന്താണ്? വീട്ടുപേര് കുറ്റിക്കാട്ടിൽ ഹൗസ്. കുറ്റിക്കാട്ടിൽ ഹൗസ് എന്ന് മാറ്റണം, ദൈവഭവനം എന്നാകണം. കാരണം മക്കളെയെല്ലാം ദൈവത്തിന് കൊടുത്ത നല്ല അപ്പൻ, നല്ല അമ്മ. ഒത്തിരി നന്ദി പറയുകയാണ് പ്രിയപ്പെട്ട മാതാപിതാക്കളെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ 3 മക്കൾ മാത്രമല്ല, ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഹാപ്പിയാണെന്ന് ഞങ്ങൾക്കറിയാം. കാരണം ഇവർ ഏത് ജോലിക്കപ്പുറമാണ് ഈ ദൈവ ശുശ്രൂഷ എന്ന് പറയുന്നത്. അത് അവരിപ്പോൾ നല്ല ഹാപ്പിയാണ്. തുടക്കമൊക്കെ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ വിടാനൊക്കെ ഒരു മടിയുണ്ട്, കാരണം ഏകമോളാണ്. അതുപോലെ തന്നെ അനിയന്മാരുടെ കാര്യം ചോദിച്ചിട്ടില്ല. നമുക്ക് വരും എപ്പിസോഡിൽ നമുക്ക് കാണാം. ധന്യമായിട്ടുള്ള നിമിഷങ്ങൾ നൽകിയതിന് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഹെവൻലി മെലോഡീസിൻ്റെ ഈ സുന്ദരമായ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയ പാട്ടുകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി. ഹൃദയത്തിൽ താലമൊരുങ്ങി സ്നേഹത്തിൻ കാഴ്ചയൊരുങ്ങി. ഹൃദയത്തിൽ താലമൊരുങ്ങി സ്നേഹത്തിൻ കാഴ്ചയൊരുങ്ങി. അലിവായി തീരാ കനിവായി നിറയാ അർപ്പിക്കാം ഈ കാഴ്ചകൾ നിൻ മുൻപിൽ. ഹൃദയത്തിൽ താലമൊരുങ്ങി. അണയാം നാഥ ഒരു മനമോടെ
ഉരുകും മനമാ